പ്രിലിംസിന് 120 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ റെഡിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെ ഉത്തരം റെഡിയായി, കുറെ പഠിച്ചിട്ടുണ്ട്, കുറെ ചോദ്യങ്ങൾ ചെയ്തു എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആക്ച്വലി റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു വളരെ എളുപ്പമായിട്ടുള്ള മാർഗം, നിങ്ങൾ ആക്ച്വലി റെഡി ആയോ എന്നുള്ളത്. നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം സ്വയം അങ്ങ് ചോദിച്ചാൽ മതി. നിങ്ങൾ എത്ര മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. അതിൽ ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലൊന്നാണ് ശരിയായ ഉത്തരം. ഇത്തരം ചോദ്യങ്ങൾ, അതേ ലെവലിലുള്ള എത്ര ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? 100-ൽ താഴെയാണോ, 500-ൽ താഴെയാണോ, 1000-ൽ താഴെയാണോ, 1500-ൽ താഴെയാണോ, 2000-ൽ താഴെയാണോ? എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു റാൻഡം നമ്പർ തെളിഞ്ഞു വരുന്നുണ്ടാവും അല്ലെ? അപ്പോ എത്ര ചോദ്യമാണ് മിനിമം റിക്വയർമെന്റ് എന്ന് ചോദിച്ചാൽ മിനിമം ഒരു 1500 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതെന്താ 1500 എന്ന് പറയുന്നത്? 1500 ഒരു റാൻഡം നമ്പർ ആണ്. മിനിമം ഇത്രയെങ്കിലും ചോദ്യങ്ങൾ എന്നുള്ളത്, അതായത് ഒരു പേപ്പറിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 200, ഒരു ടോപ്പിക്കിൽ നിന്ന്, ഒരു സബ്ജക്റ്റിൽ നിന്ന് 200 ചോദ്യങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് പ്രാക്ടീസ്. നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ആ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് UPSCയുടെ സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ പഠിച്ചു, നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മൾ അങ്ങ് വേർത്ത് പോവുകയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല, ചോദ്യം വായിച്ചിട്ട് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ചോദ്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നല്ല പരിചയം ഉണ്ടാവണം. അപ്പൊ ആ ഒരു പരിചയം ഇല്ലായ്മയാണ് പല ആൾക്കാരെയും എക്സാം ഹാളിൽ ആകെ പരിഭ്രമത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചോദ്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാവണം. അപ്പൊ നിങ്ങളുടെ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഞാൻ ഇത്രയൊന്നും ചോദ്യങ്ങൾ ചെയ്തില്ലല്ലോ, എല്ലാം അവസാനം ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനി 120 ഡേയ്സ് ഉണ്ട്, ഇന്നു മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമാണ് ഇനിയുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അടുത്ത ചോദ്യം, ആകെ 120 ദിവസമല്ലേ ഉള്ളൂ, എങ്ങനെയാ ചെയ്യുക, എന്താ ചെയ്യുക, അയ്യോ എന്നുള്ളതായിരിക്കും. അപ്പോ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വഴി തന്നെയാണ്. ജസ്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. അതായത് ഓരോ ആഴ്ചയിലേക്കോ അല്ലെങ്കിൽ ഓരോ ദിവസത്തേക്കും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഷെഡ്യൂൾ പ്രകാരം ഒന്ന് റിവിഷൻ ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കറക്റ്റ് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പല ചാലഞ്ചസ് ഉണ്ട് അല്ലെ? ഒന്നാമത് ഷെഡ്യൂൾ ആക്കാനിരിക്കണം, രണ്ടാമത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, ഓൾറെഡി പഠിച്ചതാണ്. മൂന്നാമത്തത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് കിട്ടുമോ, ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എങ്ങനെയാ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, അതൊക്കെ ഒന്ന് ഐഡിയ വേണം അല്ലെ? അപ്പൊ ഇതിനൊക്കെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പ്രിലിംസിന്റെ 24 ടെസ്റ്റ് സീരീസ് ലേണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറും 499 രൂപയ്ക്ക് ഏവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ലേണേഴ്സിന്റെ ഈ ഒരു ടെസ്റ്റ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇനിയും ലേറ്റ് ആയിട്ടില്ല, 120 ഡേയ്സ് ഉണ്ട്. ആ 120 ഡേയ്സിൽ നിങ്ങൾ അത്യാവശ്യം പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നമുക്ക് റിവിഷനിലൂടെ, നമുക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനും ആത്മവിശ്വാസത്തോടെ പ്രിലിംസിന്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് സീരീസിലെ ആകെ 20 ടെസ്റ്റുകളാണുള്ളത്. അതിൽ 11 സെക്ഷണൽ ടെസ്റ്റുകളാണ്. അതായത് ഇന്ത്യൻ പൊളിറ്റിയുടെ 2 ടെസ്റ്റുകൾ 2 ഭാഗങ്ങളായിട്ട്, ജിയോഗ്രഫിയുടെ 2 ടെസ്റ്റുകൾ, എക്കണോമിയുടെ 2 ടെസ്റ്റുകൾ, മറ്റ് സബ്ജക്റ്റുകളെല്ലാം ഓരോ ഭാഗങ്ങളായിട്ടുള്ള ടെസ്റ്റുകൾ. അതിനുശേഷം 4 ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ഉണ്ട്. കൂടാതെ 6 സിസാറ്റിന്റെ ടെസ്റ്റുകളും ഒക്കെ ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഇതിലെ സെക്ഷണൽ ടെസ്റ്റിലും ഫുൾ ലെങ്ത് ടെസ്റ്റിലും കറണ്ട് അഫയേഴ്സ് ഇൻകോർപ്പറേറ്റ് ആണ്. ജൂൺ 2023 മുതലുള്ള കറണ്ട് അഫയേഴ്സുകളും ഇതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ ഏകദേശം 15 ടെസ്റ്റുകളാണ്. ഓരോ ടെസ്റ്റിലും 100 ചോദ്യങ്ങൾ വെച്ചിട്ട് 1500 ജനറൽ സ്റ്റഡീസിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. നമ്മുടെ ആ ഒരു മിനിമം നമ്പർ എന്ന് ഞാൻ പറഞ്ഞത്, മിനിമം നിങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്യും. അത് മിനിമം നമ്പർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്, അതല്ല ആക്ച്വൽ നമ്പർ. മിനിമം അത്രയെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതേസമയത്ത് സിസാറ്റിന് ഒരു പേപ്പറിൽ 80 ചോദ്യങ്ങളാണ്. ഏകദേശം 480 ചോദ്യങ്ങളുടെ അടുത്ത് സിസാറ്റിന്റെ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ്. കൂടാതെ കറണ്ട് അഫയേഴ്സും ഇതിന്റെ കൂടെ തന്നെ പോകും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഒരു വീക്ക്ലി ഷെഡ്യൂൾ പ്രകാരമാണ്. അപ്പൊ നിങ്ങൾക്ക് ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും. ആ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്, ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്, നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള വീഡിയോ അനാലിസിസ് ഓരോ സെഷന് ശേഷം ഉണ്ടാവും, ടെസ്റ്റിന് ശേഷം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ടെസ്റ്റ് നെക്സ്റ്റ് സൺഡേ, അതായത് ഫെബ്രുവരി 11 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
ഫീസ് 499 രൂപയാണ്. ചില ആൾക്കാർ ചിന്തിക്കും, അയ്യോ 499 വളരെ ചെറിയ ഫീസ് ആണല്ലോ, അതിന്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണോ 499 തരുന്നതെന്നുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് ഈ ഒരു ടെസ്റ്റ് സീരീസ് അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. അവർ ഓൾറെഡി ഫീസ് അടച്ച ആൾക്കാരാണ്. അതിന്റെ ഭാഗമായിട്ട് യൂട്യൂബിലൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേറ്റിന്, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേറ്റിന് അത് നൽകുന്നതായിട്ടുള്ളത്. രണ്ടാമതൊരു കാരണം, ഇത് ഓൺലൈൻ മോഡിലാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് പേപ്പർ പ്രിന്റ് എടുത്തിട്ട് അതിന്റെ കോസ്റ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തു, അതിന്റെ അനാലിസിസും മറ്റു പാർട്ടുകളും മാത്രമേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓൺലൈൻ മോഡിലാണ്. നിങ്ങൾക്ക് ആപ്പ് വഴി ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് PDF നിങ്ങളുടെ മെയിലിലേക്ക് തലേദിവസം അയച്ചു തരും. നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് OMR ഷീറ്റ് വെച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 3 മോഡുകളിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ പ്രോപ്പറായി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഷെഡ്യൂൾ പ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓരോ ആഴ്ചയിലും ടെസ്റ്റ് വെച്ചിട്ട് മിനിമം 1500 ചോദ്യങ്ങളെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? ജസ്റ്റ് ലേണേഴ്സ് ആപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലേണേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 7306876902 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ താഴെ കമന്റിലും ലഭിക്കും. ആ ഒരു ഷെഡ്യൂളിലൂടെ ഇവിടെ ഒന്ന് കടന്നു പോവുക. ടോട്ടൽ പ്രിലിംസിന്റെ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ള 120 ഡേയ്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം അതിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റിവിഷനും വേണ്ടി ഉപയോഗിക്കുക. ഈ ഒരു പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും അതൊരു സീരിയസ് അറ്റംപ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് സൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വേഗത്തിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇപ്പോഴും തന്നെ ആ ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.